ഹായ് ഫ്രണ്ട്സ്, കോളോറെക്ടൽ ക്യാൻസർ കേസുകൾ ഉയരുകയാണ്. കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർച്ച് മാസം ദേശീയ കോളോറെക്ടൽ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. വൻകുടലിലെയും മലാശയത്തിലെയും അർബുദത്തിൻ്റെ സ്ക്രീനിംഗ്, പ്രതിരോധം, നേരത്തെ കണ്ടെത്തൽ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ മാസം ആചരിക്കുന്നത്. കോളോറെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയ അർബുദം എന്നത് വൻകുടലിൻ്റെ ഭാഗമായ കോളനിലും റെക്റ്റത്തിലും ഉണ്ടാകുന്ന അർബുദമാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് മലാശയ അർബുദത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. റെഡ് മീറ്റ്, കൊഴുപ്പ് അധികമുള്ള ഭക്ഷണം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം മലാശയ അർബുദ സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ അമിതമായ മദ്യപാനം, പുകവലി, വ്യായാമമില്ലായ്മ എന്നിവയും ഈ രോഗത്തിന് കാരണമാകാം. യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന മലാശയ അർബുദ മരണങ്ങൾക്ക് പിന്നിൽ അമിതവണ്ണവും മദ്യപാനവുമാണെന്ന് മിലാൻ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനം അനാൽസ് ഓഫ് ഓങ്കോളജി ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. മലാശയ അർബുദത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. മലബന്ധം, വയറിളക്കം, മലത്തിൽ രക്തം കാണുന്നത്, വയറിൽ സ്ഥിരമായ വേദന, അസ്വസ്ഥത, മലത്തിൻ്റെ രൂപത്തിലോ അളവിലോ മാറ്റം, ഗ്യാസ്, ദഹന പ്രശ്നങ്ങൾ, വിളർച്ച, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തലചുറ്റൽ തുടങ്ങിയവ ഈ രോഗത്തിൻ്റെ പ്രധാന സൂചനകളായിരിക്കാം. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നവർ സ്വയം രോഗനിർണയം നടത്താതെ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടണം. ഡോക്ടറുടെ സൂചനകൾ അനുസരിച്ച് മാത്രം രോഗം സ്ഥിരീകരിക്കുകയും ചികിത്സ തുടരുകയും ചെയ്യണം. സ്വയം ചികിത്സിച്ച് കുടുക്കിൽ പെടാതെ സൂക്ഷിക്കുകയും വേണം.